പരിശുദ്ധാത്മാവേ, സഹായകനായ അങ്ങ് ഞങ്ങളിലുണ്ട്. സഹായകൻ വരുമ്പോൾ അവൻ നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിനക്ക് തരും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ആ സഹായകനുണ്ട് എന്നും ആ ദൈവസ്നേഹാഗ്നി നമ്മളിലൊന്ന് ജ്വലിക്കാൻ നമുക്കിരിക്കാം. അല്പസമയം ഇരുന്ന് ആ സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ കണ്ണടച്ചുള്ളിൻ്റെ ഉള്ളിൽ ആ ആത്മീയ ലയനത്തിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ആത്മാവിൽ ഈ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ നമ്മളുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഓ സ്നേഹജ്വാലേ, ഓ പരിശുദ്ധാത്മാവേ, സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കണമേ. പറഞ്ഞു, എനിക്കൊരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട്, എന്നാൽ ഇപ്പോൾ നിങ്ങൾക്കത് ഗ്രഹിക്കാൻ സാധിക്കില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയായിരിക്കുകയില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. വിശ്വസിക്കുക, ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് തരും. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മൾ നോക്കുമ്പോൾ അതിമനോഹരമായൊരവസ്ഥയാണ്. എന്നാൽ നമ്മളിൽ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യം മുതലുള്ള ഒരാശയം ഇതാണ്: നമ്മൾ ഒരു പുതിയ സൃഷ്ടിയാവുക എന്നതാണ് സർവപ്രധാനം എന്നതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ മുഴുവനും ആശയം. അത് ഞാൻ പെട്ടെന്ന് പറയാൻ ശ്രമിക്കുകയാണ്. അതിനെ നമ്മളൊരു സെൻട്രൽ പോയിൻ്റായിട്ട് എടുക്കേണ്ടത് വെള്ളം വീഞ്ഞാക്കുന്നത് തന്നെ എടുക്കുക. 2-ാം അധ്യായത്തിൽ വെള്ളം വീഞ്ഞാക്കുന്നതിലൂടെ ഒരു സൃഷ്ടിയെ
സത്ത മാറ്റി, അതിൻ്റെ സത്ത മാറ്റി വേറൊരു സൃഷ്ടിയാക്കി. വെള്ളത്തിൻ്റെ മോളിക്യൂൾസ് നമ്മൾ മനസ്സിലാക്കി H2O, എന്നാൽ വീഞ്ഞിൻ്റെ മോളിക്യൂൾസ് CH3 CH2OH. ഇത് തമ്മിൽ വാസ്തവത്തിൽ രാസ പദാർത്ഥങ്ങളുടെ നിയമം അനുസരിച്ച് ഇത് കംപ്ലീറ്റ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് ആണ്, ഇല്ലേ? കംപ്ലീറ്റ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ്. അതുപോലെ മനുഷ്യനെ പാപം മൂലം വികലമായ ആ മനുഷ്യ പ്രകൃതിയെ സത്ത മാറ്റി പുതിയ സൃഷ്ടിയാക്കും. അതാണ് 3-ാം അധ്യായത്തിൽ നിക്കോദേമോസിനോട് ഈശോ പറയുന്നത്. ഈശോ പറഞ്ഞു, 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തിൽ നിക്കോദേമോസ് വന്നിട്ട് ഈശോയോട് പറയാണ്, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണ്. യു ആർ എ ടീച്ചർ who has come from God. നിക്കോദേമോസ് അവിടുത്തെ ഏറ്റവും വലിയ പ്രൊഫസറാണ്, പ്രബോധകനാണ്, അതോറിറ്റിയാണ്, ടീച്ചിങ് അതോറിറ്റിയാണ്. ആ ടീച്ചിങ് അതോറിറ്റി ഈ ക്ലാസ്സുകളെല്ലാം കേട്ടിട്ട്, ഈ പ്രബോധനം കേട്ടിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ഒരു മാനുഷിക ബുദ്ധിയിൽ നിന്ന് വരുന്ന ഒരു പ്രബോധനമല്ല. അദ്ദേഹം പറയാണ്, അദ്ദേഹം മറ്റ് യഹൂദ പ്രമാണികളിൽ നിന്നെല്ലാം വ്യത്യസ്തരാണ്. അവരാരും കാണാതെ രാത്രിയിൽ യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ഫരിസേയരിൽ നിക്കോദേമോസ് എന്ന പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. പ്രമാണി എന്ന് പറഞ്ഞാൽ, പ്രമാണി എന്നൊക്കെ പറയുമ്പോൾ നല്ല അർത്ഥത്തിലാണ് അത് മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ അവരുടെ ശ്രേഷ്ഠൻ. നമ്മൾ പ്രമാണി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത്ര നല്ല അർത്ഥത്തിലല്ല എടുക്കണില്ലേ. പ്രമാണി എന്ന് പറഞ്ഞാൽ അവരിലെ ഏറ്റവും ശ്രേഷ്ഠൻ, അവരുടെ റെസ്പോൺസിബിളായിട്ടുള്ള ആളാണ്. അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, റബ്ബി, അങ്ങ് എന്ന് പറഞ്ഞ എല്ലാവരും, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. ഇവിടെ ഏത് അടയാളത്തെക്കുറിച്ചാണ് നിക്കോദേമോസ് ചിന്തിക്കുന്നത്? ഏത് അടയാളത്തെക്കുറിച്ചാണ്? വെള്ളം വീഞ്ഞാകുന്ന ആ അടയാളം. അപ്പോൾ അവിടെ 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അത് അവൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിനായി ചെയ്ത ആദ്യത്തെ അടയാളമാണ്. അടയാളം. അപ്പോൾ നിക്കോദേമോസ് ഒരുപാട് കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഒന്ന്, ദൈവത്തിൽ നിന്ന് വന്ന ഗുരു എന്ന വാക്ക് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ശരിക്കും അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല. ഗുരു എന്ന് പറഞ്ഞാൽ ടീച്ചർ. ഇംഗ്ലീഷിൽ പറയുന്നത് യു ആർ എ ടീച്ചർ ഹു ഹാസ് കം ഫ്രം ഗോഡ്. ടീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ സ്കൂൾ ടീച്ചർ എന്നല്ല ഉദ്ദേശം. ഇപ്പോൾ നിക്കോദേമോസ് അവരുടെ ടീച്ചറാണ്. ഏറ്റവും വലിയ ആ പ്രബോധന അധികാരമുള്ള ആൾ. പ്രബോധന അധികാരം യൂണിവേഴ്സിറ്റിയിലൊക്കെ പോറില്ലേ, ചെയർ, എ ചെയർ, പ്രബോധനത്തിൻ്റെ അതോറിറ്റി. യു ആർ എ ടീച്ചർ, യു ആർ എ സോഴ്സ് ഓഫ് ഓതൻറ്റിക് ടീച്ചിങ്. എന്നിട്ട് പറഞ്ഞു, ദൈവം കൂടെയില്ലെങ്കിൽ ഇതുപോലെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈശോ അപ്പോൾ എന്ത് പറഞ്ഞു? ഈശോ അപ്പോൾ ഇത്രയും വിശുദ്ധനായ പ്രസക്തനായ നിയമങ്ങളെല്ലാം അറിയാവുന്നവനും അതനുസരിച്ച് ജീവിക്കുന്നവനുമാണ്. താങ്ക് യു. അതനുസരിക്കുകയും ചെയ്യുന്നതാണെങ്കിലും നിക്കോദേമോസിനോട് ഈശോ എന്ത് പറഞ്ഞു? സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല. ഇപ്പം മത്തായിയുടെ സുവിശേഷത്തിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണതിൻ്റെ ഒരു കോൺസെപ്റ്റ് അവിടെ പറഞ്ഞത് എന്താ? നിൻ്റെ നീതി ഫരിസേയരുടെയും
നിയമജ്ഞരുടെയും നീതിയെ അതിലംഘിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാം. അതിന് പാരലായിട്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്. രണ്ടിൻ്റെയും അവസാനം എന്താ പറയുന്നത്? ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല. അപ്പോൾ അവിടെ പറയുന്നത് നിന്റെ നീതി ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതി പോലെയാണെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ഇവിടെ ഫരിസേയനും നിയമജ്ഞനോടും ഡയറക്റ്റായിട്ടാണ് പറയണേ. എന്താ പറയണത്? നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ഫരിസേയരും നിയമജ്ഞരുടെയും നീതി വിട്ട് യേശുവിൻ്റെ നീതിയിൽ വരികയാണെങ്കിൽ ഉണ്ടാകുന്ന ഔട്ട്കം എന്താണ്? ഉണ്ടാകുന്ന ഫ്രൂട്ട് എന്താണ്? വീണ്ടും ജനിച്ച് നീ മറ്റൊരു സൃഷ്ടിയാകും. പിന്നെ നീ മുമ്പ് ചെയ്തതൊന്നും നിനക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിക്കോദേമോസിന് അപ്പോൾ അത് മനസ്സിലാവുന്നില്ല. അതാണ് പല കാര്യങ്ങളും അപ്പോൾ മനസ്സിലാവുന്നില്ല. മനസ്സിലാകരുതെന്ന് തന്നെ ഉദ്ദേശിച്ചിട്ടാണ് പറയണേ. ഇപ്പം എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഈശോ പറഞ്ഞു, ഞാൻ ജീവൻ നൽകുന്ന ശരീരമാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യമായി ജീവിക്കുമെന്ന് പറഞ്ഞത് അന്ന് ആർക്കും മനസ്സിലാകില്ല. പക്ഷെ അത് അന്ന് അവിടെ ഇരിക്കുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് ഈശോ പറയണതുമല്ല. ഈശോ പറയുന്ന ഓരോ വാക്കും നിത്യതയിലേക്ക് വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന ആളുകൾക്ക് മനസ്സിലാവാഞ്ഞതുകൊണ്ട് അവർ പ്രതിഷേധിച്ച് കുറേ പേര് പുറത്തുപോയി. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, അപ്പം അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരമ്മച്ചി വന്നിട്ട് പറഞ്ഞ്, ഈശോയെ ഒന്ന് മാറ്റി പറയത്തില്ല, അവരും കൂടി നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ട്. പ്രായോഗികമായിട്ട് പറയാം, പറഞ്ഞെന്ന് തന്നെ വിചാരിച്ചോ. പക്ഷേ ഈശോന് ഇത് മാറ്റി പറയാൻ പറ്റുമോ? ഈശോന് ഈ പറഞ്ഞത് മാറ്റി പറയാൻ പറ്റുമോ? അതാണ് സത്യം എന്ന് പറയുന്നത്. ഈശോ പറഞ്ഞത്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുന്നു. ഇത് യേശുവിനെ മാറ്റി പറയാൻ പറ്റില്ല. അതിനെയാണ് സത്യമെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞൊന്നറിയില്ല, ഈ സെയിൻറ്റ് അഗസ്റ്റിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറില്ല. സെയിൻറ്റ് അഗസ്റ്റിൻ്റെ നിർണായകമായ ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടായത് സെയിൻറ്റ് അംബ്രോസ് ബിഷപ്പ് അംബ്രോസിൻ്റെ അടുത്ത് മോനിക്ക അവരൊക്കെ ആ പാരീഷിലാണ്. അപ്പോൾ എപ്പോഴും മോനിക്ക വന്ന് കരയും. അംബ്രോസ് പറയും, ക്ഷമിക്കും, കൃത്യസമയത്ത് കർത്താവ് അവനെ കൊണ്ടുവരും. അങ്ങനെ ഒരിക്കൽ എന്നെ കാണാൻ അഗസ്തീനോസ് വന്നു. എന്നിട്ട് അവർ തമ്മിൽ, അപ്പോൾ അഗസ്തീൻകുട്ടി നല്ല ഭയങ്കര ബ്രെയിനാണ്. നമ്മളിവിടെ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞില്ല അച്ഛന്, മനിക്കേനിസവും അതും ഇതൊക്കെ ഒരുപാട് തത്വങ്ങൾ പഠിച്ചിട്ടുള്ള ആൾ. പറഞ്ഞു, ഞാൻ സത്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, സത്യത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വലിയൊരു കാര്യമായിട്ടാണ് അഗസ്തീനോസ് പറയാൻ തുടങ്ങിയത്. അപ്പോൾ ബിഷപ്പ് അംബ്രോസ് കൂളായിട്ട് പറഞ്ഞു, മകനെ, സത്യം നീ അന്വേഷിക്കുകയല്ല വേണ്ടത്, സത്യം നിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനാകെ ഒറ്റ വാക്കിലാകെ കൺഫ്യൂഷനും തലകീഴായി മറിയും. അവൻ വലിയ കാര്യത്തിന് സത്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സിദ്ധാന്തത്തിൽ അവിടെ ഇവിടെയൊക്കെ സത്യം അന്വേഷിക്കാൻ. സത്യം നിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സത്യം ഒരു വ്യക്തിയാണ്. സത്യം ഒരു വ്യക്തിയാണ്. അംബ്രോസ് പറയുന്നത് എന്തുദ്ദേശത്തിലാണ്? കർത്താവ് ഈശോ മിശിഹാ തന്നെ എന്താ പറഞ്ഞത്? ഐ ആം ദ ട്രൂത്ത്, ഐ ആം ദ ട്രൂത്ത്. ഞാനാകുന്നു സത്യം, വഴിയും സത്യവും ജീവനും ഞാൻ ആകുന്നു. ഐ ആം ദ ട്രൂത്ത്. ഇത് കേട്ടിട്ടേ ഒരു ഷോക്ക് അടിച്ച പോലെ എന്ന് പറഞ്ഞാൽ അത് പെനട്രേറ്റ് ചെയ്തു, അത് ഉള്ളിലെന്തോ. അപ്പോൾ മുതൽ പുള്ളിയുടെ കംപ്ലീറ്റ് ലൈൻ ഓഫ് തോട്ട് മാറി.
പിന്നെയാണ് അടുത്ത. അപ്പോൾ എന്ന പോലെ ഈശോ പറയുന്ന കാര്യങ്ങൾ സത്യമാണ്. അത് മനസ്സിലാക്കാൻ അന്നത്തെ ആളുകൾക്ക് അല്ലെങ്കിൽ പലർക്കും സാധിക്കില്ല. പക്ഷെ അത് അകത്ത് കയറി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് മനസ്സിലാക്കിക്കാനും അതനുസരിച്ച് രൂപപ്പെടുത്താനുമുള്ള ഒരു ശക്തി അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഈ ഇസ്രായേലിലെ ഏറ്റവും പണ്ഡിതനായ പഴയ നിയമം മുഴുവനും അരച്ച് കലക്കി കുറിച്ചിട്ടുള്ള ഒരാളോടാണ് ഈശോ ഇത് പറയുന്നത്. നീ വീണ്ടും ജനിച്ചാൽ മാത്രമേ ദൈവരാജ്യം കാണാൻ സാധിക്കുള്ളൂ. അതാണ് നമ്മുടെ ക്രിസ്ത്യാനിറ്റിയുടെ കാതലായിട്ടുള്ള പ്രമേയം. കാതൽ. അപ്പോൾ അഗസ്തീനോസിൽ തന്നെ എന്തുണ്ടായി? എവൻച്വലി അഗസ്തീനോസ് വീണ്ടും ജനിച്ചു. ഒരു പുതിയ സൃഷ്ടിയായി കഴിഞ്ഞപ്പോൾ ആ പഴയതെല്ലാം മാറി. ആരായിരുന്നു നോക്കി? സഭ ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഒരു ജ്ഞാനി, പണ്ഡിതൻ, വേദപാരംഗതൻ, കരുണയുടെ വക്താവ്, കൃപയുടെ എ ജീനിയസ്. എന്താണ് അവിടുത്തെ ടേണിംഗ് പോയിന്റ്? വീണ്ടും ജനനം. അപ്പോൾ നിക്കോദേമോസ് പെട്ടെന്ന് ഉത്തരം പറഞ്ഞു, ഞാൻ പ്രായമായ മനുഷ്യൻ ഇതെങ്ങനെ സാധിക്കും? കണ്ടോ? അപ്പോൾ ഇവിടെ എല്ലാം ഞാനിതിങ്ങനെ പല പ്രാവശ്യം ഫരിസേയൻ എന്ന് പറയുമ്പോൾ ഞാനൊരു ഫരിസേയരോട് വിരോധമുണ്ടെന്ന് വിചാരിക്കരുത്. ആ ഫരിസേനിക് അവസ്ഥ മനുഷ്യനിൽ കുടികൊള്ളുമ്പോൾ ഉണ്ടാവുന്ന ഒരു പോയിൻ്റാണ്. ഉടനെ പുള്ളി ചിന്തിച്ചത് എന്താ? ഞാൻ പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കുമെന്ന് പറയുമ്പോൾ പുള്ളി തൻ്റെ സ്വന്തം പ്രവൃത്തിയിലൂടെ ഇതെങ്ങനെ പറ്റുന്നല്ലേ ചിന്തിക്കണം. അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കാൻ കഴിയുമോ? യേശു പ്രതിപദിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഇത് നീയല്ല പ്രവർത്തിക്കേണ്ടത്, ജലത്താലും ആത്മാവിനാലും. ഓക്കെ, ഇതിപ്പോൾ ഒരുപാട് വിശദമായി പോവുകയാണ്. ഇതിൻ്റെ എല്ലാം അവസാനം ഈ ഡിസ്കഷൻ ഇങ്ങനെ വന്നു, ഒരെത്തുംപിടി കിട്ടുന്നില്ല. അവസാനം ഈശോ പറഞ്ഞു, അതിനകത്ത് 16 മുമ്പ് 15 അല്ലെങ്കിൽ 12 വരെ വായിക്കാം. ഭൗമിക കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. ഇനി പറയാണ്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടാകേണ്ടതിന് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. പലരും ചോദിക്കാറുള്ളതാണ്, ഈ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയത് ഒരു വിഗ്രഹാരാധനയല്ലേ? അതാണ്. പെട്ടെന്ന് നമ്മൾ ആ ട്രാക്കിലേക്ക് പോകരുത്. ഈ എന്താണ് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? മനുഷ്യപുത്രൻ കുരിശിൽ ഉയർത്തപ്പെടുന്നതിൻ്റെ ഒരു മുൻ അടയാളമായിട്ടാണ് പിച്ചള സർപ്പത്തെ ഉയർത്താൻ പറഞ്ഞത്. ആ പിച്ചള സർപ്പത്തെ നോക്കിയവരെല്ലാം ചെറിയ രീതിയിൽ പുതിയ സൃഷ്ടിയായി മാറി. അവർ സൗഖ്യമായി. അവരിലുണ്ടായിരുന്ന വിഷം മാറി, അവർ സൗഖ്യമായി. അപ്പോൾ ഈ സൗഖ്യമാവുക എന്നെല്ലാം പറഞ്ഞാൽ പുതിയ സൃഷ്ടിയാവുന്നതിൻ്റെ ഒരടയാളമാണത്. പക്ഷേ അതങ്ങനെ അവസാനിച്ചു. അപ്പോൾ ഇത് ഞാൻ ഉയർത്തപ്പെടും. അപ്പോൾ എപ്പോഴാണ് പുതിയ സൃഷ്ടി ആവണേ? ഉയർത്തപ്പെട്ടതിന് ശേഷം. ഉയർത്തപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഈശോ പീഡ സഹിച്ച് ശരീരം ഉയർത്തപ്പെട്ട് അത് കഴിഞ്ഞ് ഉയർപ്പിക്കപ്പെടുന്ന അവസ്ഥ കൂടി വരണം. അപ്പോൾ ഈ 2-ാം അധ്യായത്തിലെ
വെള്ളം വീഞ്ഞാക്കുന്നു എന്ന അടയാളവും നിക്കോദേമോസിനോട് പറഞ്ഞ നീ വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞതും വാസ്തവത്തിൽ ഒന്നല്ലേ? അതാണ്. മനസ്സിലായോ? വെള്ളം വീഞ്ഞാക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? വെള്ളം പുതിയ സൃഷ്ടിയായി. അത് രണ്ടിലിടം. വെള്ളം പുതിയ സൃഷ്ടിയായി. അത് തന്നെയാണ് 3-ാം അധ്യായത്തിൽ പറയുന്നത്. നീ പുതിയ സൃഷ്ടിയായെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണെന്നുള്ളതാണ് ഈശോ പറയുന്നു. നിക്കോദേമോസിന് അപ്പോൾ മനസ്സിലാവുന്നില്ല, എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നു. അത് എല്ലാം യേശുവിൻ്റെ പീഠാനുഭവവും ഉയർപ്പും പന്തക്കുസ്തായിലൂടെയാണ് സംഭവിക്കുന്നത്. ഇനി ഈ 2 അധ്യായത്തിൽ നിന്ന് നമുക്ക് 1-ാം അധ്യായത്തിലേക്കും പോകാം, പിന്നെ 4, 5, 6, 7 അധ്യായത്തിലേക്കും എല്ലാം പോയാൽ എല്ലായിടത്തും പറയുന്നത് ഇതേ സിദ്ധാന്തമാണ്. 1-ാം അധ്യായത്തിൽ നോക്കി. 1-ാം അധ്യായത്തിൽ 12, 13 വചനത്തിൽ പറയുകയാണ്. യോഹന്നാൻ 1-ാം അധ്യായം 12, 13 വചനത്തിൽ പറയുന്നത് എന്താ? തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവിടുന്ന് കഴിവ് നൽകി. എന്നിട്ട് അടുത്തത് എല്ലാവരും ഉച്ചത്തിൽ വായിച്ച്, അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. അപ്പോൾ ആ വ്യക്തി പുതിയ സൃഷ്ടിയായോ? പുതിയ സൃഷ്ടിയാകാൻ എന്ത് ചെയ്യണം? അവനിൽ വിശ്വസിച്ചവരും അവനെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ. അപ്പോൾ ബയോളജിക്കലി നമ്മുടെ മാതാപിതാക്കളിൽ നിന്നുള്ള ബയോളജിക്കൽ ബർത്തായിരുന്നു. പക്ഷെ ആ വ്യക്തി യേശുവിൽ വിശ്വസിക്കുകയും യേശുവിനെ സ്വീകരിക്കുകയും ചെയ്തപ്പോൾ ആ വ്യക്തി ആരായി മാറി? പുതിയ സൃഷ്ടിയായി മാറി, ദൈവമകനായി മാറി. ആ ദൈവമകൻ്റെ എന്താണ് അവസ്ഥ? ആ ദൈവമകൻ മനുഷ്യൻ്റെ ഇച്ഛയിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. അപ്പോൾ 1-ാം അധ്യായത്തിൽ തന്നെ ആദ്യം പറയുന്നത് ഈ സാധാരണ മനുഷ്യൻ യേശുവിൽ വിശ്വസിക്കുകയും യേശുവിനെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അവൻ വെള്ളം വീഞ്ഞാകുന്ന പോലെ പുതിയ ഒരു സൃഷ്ടിയായി ദൈവമകനായി മാറും. ഇന്നത്തെ അവസ്ഥയിൽ എന്തെല്ലാം അവസ്ഥയിൽ ജനിച്ചവനായാലും അവൻ മാമോദീസ സ്വീകരിച്ച് കഴിയുമ്പോൾ ദൈവമകനായി മാറും. അപ്പോൾ അവൻ എന്തായി? പുതിയ സൃഷ്ടിയായോ? പുതിയ സൃഷ്ടിയായി. അത് തന്നെയാണ് 1-ാം അധ്യായത്തിലെ 2-ാം ഭാഗത്ത്. 1-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗത്ത് കാണുന്നത് എന്താ? യോഹന്നാൻ, അന്ത്രയോസ്, ഫിലിപ്പോസ്, പത്രോസ്, നത്താനിയേൽ, 5 അപ്പസ്തോലന്മാർ. യോഹന്നാൻ, സ്നാപയോഹന്നാൻ്റെ ശിഷ്യന്മാരായിരുന്നു യോഹന്നാനും അന്ത്രയോസും. ഈ യോഹന്നാനും അന്ത്രയോസിനോട് സ്നാപയോഹന്നാൻ യേശുവിനെ കുറിച്ച് പ്രഘോഷിച്ചിരുന്നു. അവർക്ക് യേശുവിനെ കാണാൻ വലിയ ആഗ്രഹമായി. ഒരു ദിവസം സ്നാപയോഹന്നാൻ കാണിച്ചു കൊടുത്തു. അതാ അവിടെ പോകുന്നു, ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിതാ. ഇയാളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഭയങ്കര സന്തോഷമായി കണ്ടപ്പോൾ. ജനമധ്യത്തിലാണെങ്കിലും വേറെ ആർക്കും അറിഞ്ഞൂടാ അതാണ് യേശു എന്ന്. ഒരുപക്ഷെ അന്ന് രാത്രി ഇവർ വീണ്ടും ചർച്ച നടക്കുകയാണ്. അപ്പോൾ യോഹന്നാനും അന്ത്രയോസും ചോദിച്ചു, യോഹന്നാൻ മോഹൻദാനെ, നാളെ അതിലെ ഒന്നും കൂടി പോകാം, നമുക്ക് പോകാമല്ലോ. അപ്പോൾ ഞങ്ങളെ തമ്മിൽ ഒന്ന് പരിചയപ്പെടുത്താമോ? പരിചയപ്പെടുത്താം, പക്ഷേ പരിചയപ്പെട്ടാൽ പിന്നെ നിങ്ങൾ എൻ്റെ അടുക്കൽ നിന്ന് പോവും, നമ്മുടെ ടീം വിടും. അതെന്താ? അതങ്ങനെയാണ്. നീ അവനെ ഒന്ന് കണ്ടാൽ നീ പെട്ടുപോകും, പിന്നെ നീ അവൻ്റേതായിട്ട് മാറും.
എന്നാൽ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നണം. അതാണ് ദൈവവിളി എന്ന് പറയുന്നത്. വിളി. എനിക്ക് നാളെ അദ്ദേഹത്തൊന്ന് കാണണം. ധൈര്യമായിട്ട് പോയിക്കോ മോനെ, ഞാൻ കുറയണം, അവൻ വളരണം. വാ, ഞാൻ നാളെ നിന്നെ പരിചയപ്പെടുത്തരാം. അങ്ങനെ പിറ്റേ ദിവസം ഇവർ രണ്ടുപേരെയും കൊണ്ടുപോയിട്ട് ദൂരെ നിന്ന് കാണിച്ചു കൊടുത്തിട്ടാ പോകുന്നു, നീ പോയിക്കോ. ഇവർ ഓടി യേശുവിട്ട് പറയും. ഈശോ ഭയങ്കര സ്പീഡിൽ നടക്കണം. അപ്പോൾ ഇവരും ഭയങ്കര സ്പീഡിൽ നടന്ന് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ പെട്ടെന്ന് ഈശോ തിരിഞ്ഞ് ചോദിച്ചു, നിങ്ങൾ എന്താ ചോദിച്ചത്? നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അതിനല്ലേ തൻ്റെ പിന്നാലെ വരുന്നുണ്ട് ചോദിച്ചു. ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. നിങ്ങൾ എന്തന്വേഷിക്കും? ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ, നിങ്ങൾ എന്തന്വേഷിക്കും. ഒന്നുകൂടി ഉച്ചത്തിൽ പറഞ്ഞേ. ഇതാണ് യോഹന്നാൻ്റെ സുവിശേഷമനുസരിച്ച് യേശു ആദ്യം പറഞ്ഞ വാക്ക്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് യേശുവിൻ്റെ ആദ്യത്തെ വേർഡാണിത്, നിങ്ങൾ എന്ത് അന്വേഷിക്കും. ഇതൊക്കെ വാസ്തവത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മളോടായിട്ടാണ്, ഇതൊക്കെ ലോകം മുഴുവനോടായിട്ടാണ്. നിങ്ങൾ എന്ത് അന്വേഷിക്കും? ഒന്നുകൂടി പറഞ്ഞേ, നിങ്ങൾ എന്തന്വേഷിക്കും? വാസ്തവത്തിൽ ഇവിടെയാണ് അടിസ്ഥാനപരമായ ഒരു ചോദ്യം. എന്താ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? ഞാൻ പലപ്പോഴും എന്നെ കാണാൻ വരുന്ന ആളുകളോടൊക്കെ, കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളോടൊക്കെ ഞാൻ ചോദിക്കും, ഇങ്ങനെ ചോദിക്കും, നിങ്ങൾ എന്താ അന്വേഷിക്കുന്നു? അവരാകെ ഷോക്കടിക്കും. പിന്നെ ഞാൻ ചോദിക്കും, എന്തിനാ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചേ? ഇതിനൊന്നും ആർക്കും ഒരു ഉത്തരവില്ല. മനസ്സിലായോ? നമ്മൾക്കൊക്കെ അറിയാം, നമ്മൾ കാറ്റഗിസമൊക്കെ പഠിച്ചിരിക്കുന്നതുകൊണ്ട് അറിയാം. കാറ്റഗിസം ലെവലിൽ അറിയാം, ജീവിത ലെവലിൽ അത് വേറെ വഴിക്ക് പോകണോ? നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവരുടനെ പറഞ്ഞു, ഗുരു, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അപ്പോഴാണ് ഈശോ പറഞ്ഞത്, കം ആൻഡ് സീ. അതാണ് നിങ്ങളുടെ കം ആൻഡ് സീ. ഓക്കെ, ഞാനിത് പറഞ്ഞു ഇവിടെ അല്ല പറഞ്ഞത്. അപ്പോൾ ഇപ്പം എന്തുണ്ടായി? ഇവർ തമ്മിൽ മുഖാമുഖം കണ്ടു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളിതൊക്കെ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ശരിക്ക് ഈ ഒരു തിയോളജിയൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. യോഹന്നാൻ ഈ സുവിശേഷം എഴുതിയത് വയസ്സായി കഴിഞ്ഞപ്പോഴാണ്. എത്രാമത്തെ? AD 95 എഴുതിയത്. AD 95. അതായത് ഇത് സംഭവിച്ചേക്കണത് സപ്പോസ് AD 30 വിചാരിക്കാം. കുറച്ച് 5-6 വർഷത്തിൻ്റെ ഡിസ്പ്യൂട്ട് അവിടെ ഉണ്ട്. അപ്പോൾ AD 30 ഇത് സംഭവിച്ചിരിക്കുമ്പോൾ AD 95 എന്ന് പറയുമ്പോൾ 65 വർഷം കഴിഞ്ഞിട്ട്. അപ്പോൾ വാസ്തവത്തിൽ യോഹന്നാൻ ഒരു 10-90 വയസ്സുണ്ടാവും, അല്ലെങ്കിൽ 80 വയസ്സെങ്കിലും ഉണ്ടാവും. അങ്ങനെ യോഹന്നാൻ്റെ ഏറ്റവും വയസ്സായിട്ടും യോഹന്നാനെ മറക്കാൻ പറ്റാത്ത ഒരു നിമിഷമായിരുന്നു അത്. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, അപ്പോൾ വൈകുന്നേരം 4 മണി സമയമായിരുന്നു, അല്ലെങ്കിൽ 10-ാം മണിക്കൂറായിരുന്നു. അപ്പോൾ 10-ാം മണിക്കൂറായിരുന്നു. ഇപ്പോൾ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് ഞാൻ എന്നെ പെണ്ണ് കാണാൻ പോയത്. ഉച്ചയ്ക്ക് മുമ്പ് 11 മണി സമയത്താണ് ഞങ്ങൾ കണ്ടതോ ഞങ്ങൾ ഒന്നായി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വേറൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അപ്പനോടേ എഴുതിയിട്ടുണ്ടായിരുന്നു, എനിക്ക് വേഗം കല്യാണം കഴിക്കണം. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ തന്നെ ഒരു പെണ്ണിനെ സെലക്ട് ചെയ്ത് തന്നാൽ ഞാൻ കെട്ടിക്കോളാം. കാരണം നിങ്ങളിലൂടെ ദൈവം എന്നെ സൃഷ്ടിച്ചു,
നിങ്ങളിലൂടെ ദൈവം എൻ്റെ പെണ്ണിനെ കാണിച്ചു തരും. എനിക്കറിയില്ല, അന്ന് ഞാൻ അങ്ങനെയൊക്കെ എഴുതി. ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് 24 വയസ്സുള്ളപ്പോഴാണ് ഞാൻ കല്യാണം കഴിച്ചത്. 25 കല്യാണം കഴിച്ചത്. 24 വയസ്സിൽ പെണ്ണ് കാണൽ ഇതൊക്കെ. ഓക്കെ, പോയിന്റ് ഈസ്, ആ വൺ കോണ്ടാക്ട് പോയിന്റ്, ഒരു നിമിഷം, ആ നിമിഷം കൊണ്ട് ഈ യോഹന്നാൻ ആകെ മാറി. എന്ത് സംഭവിച്ചു? യോഹന്നാനിൽ വെള്ളം വീഞ്ഞായി. യോഹന്നാൻ എന്ന വ്യക്തി പിന്നെ യേശുവിനെ വിട്ടിട്ടില്ല. യോഹന്നാനും അന്ത്രയോസും ആയിരുന്നുവെങ്കിലും 2 സ്പിരിച്വാലിറ്റിയാണ് അവിടെ നമ്മൾ കാണുന്നത്. യോഹന്നാന് അവിടെ നിന്ന് വിടാൻ തോന്നണില്ല, യേശുവിനെ ഒട്ടി അങ്ങനെ ഇരിക്കാനാണ് തോന്നണേ. അന്ത്രയോസിന് അവിടെ ഇരിക്കാൻ പറ്റണില്ല. രണ്ടും മനസ്സിലായോ? അതൊന്ന് ചിന്തിച്ച് നോക്കി. ഇരിക്കാൻ പറ്റാത്ത വേറെ ഒന്നും ഉണ്ടല്ലോ. എല്ലാവരും ഈ മിശിഹ ആരാണെന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. ഇവിടെ എവിടെ ഉണ്ടെന്നറിയാം. എനിക്കിത് 4 ആളോട് പോയി പറയണം എന്നുള്ള ഒരു ഭയങ്കര ആവേശമാണ് അന്ത്രയോസിന്. എന്നാൽ യോഹന്നാന് എനിക്ക് യേശുവിനെ വിട്ടെങ്ങും പോകണം. ഇതാണ് 2 സ്ട്രീംസ് ഓഫ് അവർ സ്പിരിച്വാലിറ്റി. നമ്മുടെ ബൈബിളിൻ്റെ മുഴുവനിലുമുള്ള ഒന്ന് കോണ്ടംപ്ലേറ്റീവ് സ്പിരിച്വാലിറ്റി, മറ്റൊന്ന് ആക്റ്റീവ് സ്പിരിച്വാലിറ്റി. അത് 2 നമുക്കിവിടെ കാണാം. യോഹന്നാൻ ഒരു കോണ്ടംപ്ലേറ്റീവ്, അന്ത്രയോസ് ആക്റ്റീവ്. അന്ത്രയോസ് അവിടെ നോടി കടപ്പുറത്ത് വന്നിട്ട് ശെമയോൻ പത്രോസിനോട് ഇത് പറയണം. കടപ്പുറത്ത് വന്നപ്പോൾ ശെമയോൻ അവിടെ വലയിട്ടുകൊണ്ടിരിക്കുകയാണ്. അന്ത്രയോസ് വിളിച്ചു കൂയി, ഞങ്ങൾ മിശിഹായെ കണ്ടു. പത്രോസ് വള്ളവും വലയൊക്കെ വിട്ട് ഓടി. 2 പേരും. ഇവിടുത്തെ ചോദ്യം ഇതാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്താ അർത്ഥം? പത്രോസിനോട് പറഞ്ഞു നിങ്ങൾ മിശിഹായെ കണ്ടു. ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും ഇത് ഞാൻ മിശിഹായെ കണ്ടു? മനസ്സിലാവുന്നുണ്ടോ? നമുക്കിത് പറയാൻ പറ്റണം. ഞാൻ മിശിഹായെ കണ്ടു. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ എവാഞ്ചലൈസേഷനായി. ഞാൻ മിശിഹായെ കണ്ടു എന്ന് പറഞ്ഞതോടെ പത്രോസ് ഉടനെ പണി നിർത്തി കയറി വന്നു. എവിടെയാ? ആരാണത്? ഓക്കെ, അപ്പം അങ്ങനെ നീട്ടുന്നില്ല. പത്രോസിനെ കൂട്ടിക്കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് ഫിലിപ്പോസ്, നഥാനിയേൽ, ഇവരെല്ലാം. അപ്പോൾ ഇവരെല്ലാവർക്കും എന്ത് സംഭവിച്ചു? ഇവരെല്ലാവരും പുതിയ സൃഷ്ടിയായോ? ഇവരെല്ലാവരും ആദ്യത്തെ അപ്പസ്തോലന്മാർ. അപ്പോൾ ഇവരെല്ലാവരും വാസ്തവത്തിൽ ഈ വെള്ളം വീഞ്ഞായത് തന്നെ ഇവരിലും സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ 1-ാം അധ്യായം കഴിഞ്ഞു. 2-ാം അധ്യായം വെള്ളം വീഞ്ഞാകൽ. 3-ാം അധ്യായം വെള്ളം വീഞ്ഞാകൽ ആരിൽ? നിക്കോദേമോസിൽ. ഇതെങ്ങനെ? 4-ാം അധ്യായം ഈ 3ഉം 4ഉം തമ്മിലുള്ള ഒരു പാരിറ്റി നോക്കിയേ, അല്ലെങ്കിൽ ഒരു കോൺട്രാസ്റ്റ് നോക്കിയേ. 3-ാം അധ്യായത്തിൽ രാത്രിയിലാണ് സംസാരം. 4-ാം അധ്യായത്തിൽ നട്ടുച്ചയ്ക്കാണ് സംസാരം. ഇതിലൊക്കെ ഭയങ്കര അർത്ഥമുണ്ട് കേട്ടോ. 3-ാം അധ്യായത്തിൽ നിക്കോദേമോസ് വലിയ പണ്ഡിതനും നിയമം മുഴുവനും അറിയാവുന്നവനും നിയമം അനുസരിച്ച് ജീവിക്കുന്നവനും. 4-ാം അധ്യായത്തിൽ സമരിയാക്കാരി നേരെ ഓപ്പോസിറ്റ്, ഒരു നിയമവും അറിയാത്ത, യഹൂദയല്ലാത്ത, യഹൂദരുടെ എതിരായിട്ടുള്ള, നിയമം അനുസരിക്കാതെ ജീവിക്കുന്ന, ഈവൻ ഈ നട്ടുച്ചയ്ക്ക് വിശർത്ത് വരുന്ന ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചിട്ട് ഇല്ല, നീ യഹൂദനാണ്, ഞങ്ങൾ സമരിയാക്കാരാണ്, സമരിയാക്കാരും യഹൂദരും തമ്മിൽ വെള്ളം പോലും കുടിക്കില്ല എന്ന് പറഞ്ഞ അത്രയ്ക്ക് കർക്കശ കഠിന ഹൃദയ അവസ്ഥ ആ സമയത്ത്, ഇല്ലേ? വേറൊരു കോൺട്രാസ്റ്റ്, നിക്കോദേമോസ് യേശുവിൻ്റെ അടുത്ത് വന്നു, എന്നാൽ 4-ാം അധ്യായത്തിൽ യേശു സമരിയാക്കാരിയുടെ അടുത്ത് ചെന്നു. കംപ്ലീറ്റ് കോൺട്രാസ്റ്റ്, കംപ്ലീറ്റ് ഓപ്പോസിഷൻ.
വെള്ളം വീഞ്ഞാകാൻ പോകാൻ്റെ കൂടെ. അപ്പോൾ ഈ കൽഭരണിയിൽ നിറച്ച പോലെയുള്ള വെള്ളത്തിൻ്റെ ആ ഒരവസ്ഥയാണ് ആദ്യം ഈ സമരിയാക്കാരിയുടെ അവസ്ഥ. എങ്കിൽ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുമെന്ന് പറഞ്ഞ പോലെ ഈശോ അവളോട് പറയാണ്. അവൾ ഈശോയോട് യാതൊരു പരിചയമില്ലാത്ത മാതിരി, ഒരു സല്യൂട്ടേഷൻ ഇല്ല, ഒരു റെസ്പെക്റ്റ് ഇല്ല. അവൾക്ക് അറിയില്ല ഇതാരാണ്. ഒരു യഹൂദൻ വെള്ളം ചോദിച്ചു വന്നേക്കണം. അപ്പോൾ ഈശോ വളരെ സ്നേഹത്തിലും സൗമ്യത്തിലും